ഹായ്, ഞാൻ ഫത്മ ഷിക്കർ, GVHS കടപ്പുറത്തുള്ള +2 DNS വിദ്യാർത്ഥി. ഹായ്, എൻ്റെ പേര് ഷാന. ഞാൻ GVHS കടപ്പുറം സ്കൂളിലെ FTCP വിദ്യാർത്ഥി. ഞങ്ങളൊരു സ്ട്രീറ്റ് ലൈറ്റ് മോഡലാണ് പ്ലാൻ ചെയ്തത്. ഞങ്ങൾ സ്കൂൾ സ്ഥിതി ചെയ്യണത് തന്നെ കടൽ തീരത്തിൻ്റെ അടുത്താണ്. ഞങ്ങളൊരു പ്രൊജക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതാണ് സ്ട്രീറ്റ് ലൈറ്റിന്റെ ഒരു മോഡലാണിത്. ഇത് ഞങ്ങള് ബീച്ച് ഏരിയയിലാണ് വെക്കുന്നത്. കാരണം ബീച്ച് ഏരിയയിൽ രണ്ട് രീതിയിൽ വെച്ചിട്ടുണ്ട് വിചാരിച്ചപ്പോൾ, ഒന്ന് സോളാറും ഒന്ന് വിൻഡും. ഈ സ്ട്രീറ്റ് ലൈറ്റ് വിൻഡും അതുപോലെ സോളാർ വെച്ചിട്ടാണ് ഞങ്ങൾ നിർമ്മിച്ചത്. സോളാർ വെച്ചാൽ പിന്നെ സോളാർ വെച്ചാൽ കടൽ തീരം അവിടെ കൊറോഷൻ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ വിൻഡിന്റെ ഉപകരണം ഞങ്ങൾ ഇതുണ്ടാക്കി. അടിയന്തരം വെച്ചിട്ട് സോളാർ എടുക്കാന്ന് വെച്ചാൽ ഒരു 10 മണി മുതൽ ഒരു 4 മണി വരെ സൂര്യപ്രകാശം ഉണ്ടാവുള്ളൂ. അപ്പോൾ തന്നെ വെച്ചിട്ട് കാര്യമില്ല മനസ്സിലായി. പിന്നെ തന്നെ അത് പെട്ടെന്ന് തുരുമ്പിടിക്കാനുള്ള സാധ്യത ഉപ്പ് കാറ്റായതുകൊണ്ട്. അപ്പോൾ നമ്മൾ കാറ്റടിയന്ത്രം വെച്ച് അത് വെച്ചിട്ട് ഫുൾ ടൈം കാറ്റുണ്ടാവും. ഇത് സാധാരണ സ്ട്രീറ്റ് ലൈറ്റും ഈ സ്ട്രീറ്റ് ലൈറ്റും വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. സാധാരണ സ്ട്രീറ്റ് ലൈറ്റ് ആണെങ്കിൽ 100% കത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതേപോലെ അതിനെ അപേക്ഷിച്ചുള്ളത് ഇത് ഒരു ഒബ്ജക്റ്റ് വരികയാണെങ്കിൽ മാത്രം 100% കത്തുള്ളൂ. അതുവരെ 30% ഡിമ്മായിട്ടിരിക്കുള്ളൂ. പിന്നെ സാധാരണ സെറ്റ് വരുമ്പോൾ ഒരാൾ ഓഫാക്കാനും ഓണാക്കാനും വേണ്ടി വരും. ഇത് വെച്ച് ഓണാക്കണ്ടേ ഓഫാക്കേണ്ട ആവശ്യമില്ല. ഒരു ആപ്പ് വെച്ചിട്ടാണ് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആപ്പിന്റെ പേരാണ് IoT, ബ്ലിങ്ക് IoT എന്നാണ്. ഇത് ഓഫാക്കി ഓണാക്കുകയും ചെയ്യാം. ഇതിപ്പോ കടൽ തീരത്തുനിന്ന് തീരത്തേക്ക് കാറ്റടിച്ചാലും കടലിൽ നിന്ന് തീരത്തേക്ക് കാറ്റടിച്ചാലും ഇത് എങ്ങനെ ദിശയിൽ വേണമെങ്കിലും കറങ്ങും. ഇത് ഞങ്ങൾ ഫൈബർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഫൈബർ കൊണ്ടാണ്. പിന്നെ ഇതാണ് കാറ്റടിയന്ത്രം. ദിശയിൽ ഇതിപ്പോ കടലിൽ നിന്ന് തീരത്തേക്കായാലും തീരത്തുനിന്ന് കടലിലേക്കായാലും ഏത് ദിശയ്ക്ക് കറങ്ങാൻ പറ്റും. ഇത് ലൈറ്റ് ബോർഡ് ഫൈബർ ആയിട്ടാണ്. ഇത് വിൻമില്ല. ഇത് വെച്ച് വെച്ചാല് 100 മീറ്റർ നമ്മള് സ്ട്രീറ്റ് ലൈറ്റ് പിടിപ്പിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ വൈഫൈയും കണക്ട് ചെയ്യേണ്ടതുപോലെ തന്നെ ചാർജിങ് പോയിന്റും വെക്കുന്നുണ്ട്. സോ സ്ഥലം സേഫ് ആവും, ടൂറിസം ഇൻക്രീസ് ആവും, നാടും സേഫ് ആവും. അതുകൊണ്ട് തന്നെ ഇതാണ് ഞങ്ങളുടെ പ്ലാന് വരുന്നത്.